ഷഹല ഷെറിനെയും കാമുകനെയും വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് പിടികൂടി. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നല്ലോ ഷഹല ഷെറിൻ്റെ ഒളിച്ചോട്ടം. നമ്മളും അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഗൾഫുകാരൻ്റെ ഭാര്യയായിരുന്ന ഷഹല ഷെറിൻ അവരുടെ 7 വയസ്സുള്ള മകനെയും കൊണ്ട് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഒളിച്ചോടിയതും ഭർത്താവ് കൊണ്ടുപോയി കേസ് കൊടുത്തതും എല്ലാം നമ്മൾ അറിഞ്ഞത് ആണല്ലോ. ഭർത്താവ് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങ് വൈറലാകുകയും ആളുകളതങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇവർ എവിടെയാണ് പോയത് എന്ന് കണ്ടുപിടിക്കാൻ പോലീസ് നോക്കിയിട്ട് ഒരു പണിയും നടന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവരെ പിടിച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വെച്ചാണ് പിടിച്ചത്. നാട് വിടാനായിരുന്നിരിക്കണം ഉദ്ദേശം. സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് ആ കുട്ടിയെ കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ അവർക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു. ജീവിതം സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഒരാൾക്ക് മടുക്കുന്നത് വരെ ജീവിതം മുന്നോട്ട് പോകാമായിരുന്നു. ആ കൊണ്ടുപോയ സ്വർണവും പണവും ഒക്കെ തീരുന്നിടം വരെയൊക്കെ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുമായിരിക്കും. എങ്കിലും അവിടം വരെയെങ്കിലും ഒക്കെ പോകാമായിരുന്നു. അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. ഈ കുട്ടിയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. കാരണം കുട്ടിയുടെ അച്ഛന് കുട്ടിയെ വേണം. അതിനാണ് അയാൾ കേസ് കൊടുത്തത്. ഈ ഷഹലയ്ക്ക് അവരുടെ ദാമ്പത്യം അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല. കാരണം അവരുടെ ചേച്ചി, അതായത് ഭർത്താവിൻ്റെ സഹോദരി, അവരുടെ ലൈഫിൽ കയറി ഇടപെടുന്നു. അതൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണം എന്നായിരുന്നു ഷഹലയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ? അവിടെ നിന്ന് ഡിവോഴ്സ് കൊടുത്ത് അതിനുശേഷം ഇഷ്ടമുള്ള ആളുടെ കൂടെ പൊയ്ക്കൂടായിരുന്നു. പക്ഷെ അവർ തിരഞ്ഞെടുത്ത വഴിയാണ് മോശമായി പോയത്. ഭാര്യയും 3 മക്കളും ഉള്ള ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയല്ലേ പോയത്. മൊബൈൽ വാങ്ങാനോ റിപ്പയർ ചെയ്യാൻ കൊടുത്തോ പരിചയമായതാകും. എന്തായാലും രണ്ടും ഒരേ തൂവൽ പക്ഷികളായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് 9-7 വയസ്സ് പ്രായമുള്ളതും 6 മാസം പ്രായമുള്ളതുമായ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ദാമ്പത്യത്തിലും പ്രശ്നങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും 3 കുട്ടികളുണ്ടായല്ലോ. അതിനൊരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ ദാമ്പത്യത്തിൽ പ്രശ്നമായിരുന്നു എന്ന് അയാൾ അവിടെ നിന്നും അതിൽ നിന്നും എല്ലാം അങ്ങ് എസ്കേപ്പ് ആവാൻ നോക്കിയിരുന്നപ്പോഴാണ് ഷഹലയും കണ്ടുമുട്ടിയത്. ഷഹലയ്ക്ക് അതൊരവസരമായി. അങ്ങനെ ഒരേ തൂവൽ പക്ഷികൾ തമ്മിൽ ഒന്നായതാണ് നമ്മൾ കണ്ടത്. എന്തായാലും 2 പേരെയും വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് കുട്ടിയെ അച്ഛനെ ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ടെങ്കിലും അതിൽ സത്യാവസ്ഥയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടിയെ കുട്ടിയുടെ അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് അമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷഹലയുടെ കാമുകൻ മൊബൈൽ ഷോപ്പുകാരൻ അയാളുടെ ഭാര്യ കുട്ടികളെയും എല്ലാം എടുത്ത് പിണങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും എത്ര പേരുടെ ജീവിതങ്ങളാണ് തവിട് പൊടിയാക്കി മാറ്റിയത്. എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെയുള്ള പ്രശ്നങ്ങളെ അവിടെയും ഉണ്ടായി കാണുകയുള്ളൂ. ഷഹലയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് പ്രശ്നമെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. എന്തായാലും ഭർത്താവ് കേൾക്കാതിരിക്കില്ലല്ലോ. അതൊന്നും ചെയ്യാതെ ഇവർ ഒളിച്ചോടുമ്പോൾ ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നത് സ്നേഹമല്ല, വെറും ശരീരത്തിനോട് മാത്രം തോന്നുന്ന ഒരിഷ്ടം. അതാണ് ഇവരെ പോലെയുള്ളവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. വിവേകമില്ലാതെ വികാരം തോന്നുമ്പോൾ എടുക്കുന്ന തീരുമാനമായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ. അല്ലാതെ ഇവരിനി എത്രമാത്രം ന്യായീകരണം പറഞ്ഞാലും 2 കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒളിച്ചോടിയതിന് ഇനി ഒരു ന്യായീകരണവും പറയാനില്ല. അവരുടെ ഭാഗത്താണ് കുറ്റം.
ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ മാന്യമായി ഡിവോഴ്സ് ചെയ്യുക, സ്വതന്ത്രരാകുക. എന്നിട്ട് ആരുടെ കൂടെയാണോ ജീവിക്കേണ്ടത് അയാളെ വിവാഹം കഴിക്കുക. അത്രയേ ഉള്ളൂ. ഈ ഷഹല ചെയ്തത് എത്രമാത്രം ക്രൂരമായ ഒരു കാര്യമാണ്. അവൾ അങ്ങനെ ചെയ്തതിലൂടെ മറ്റൊരു പെണ്ണിൻ്റെയും 3 കുട്ടികളുടെയും ജീവിതമല്ലേ ഇല്ലാതായത്. എത്ര സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിനും കൂടി ആ സൗന്ദര്യം വേണം. ആ മൊബൈൽ ഷോപ്പുകാരൻ ഷഹലയുടെ കുഞ്ഞിനെ സ്നേഹിക്കുമെന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? കാരണം അയാളുടെ 3 കുട്ടികളെ കളഞ്ഞിട്ടാണ് ഷഹലയുടെ കൂടെ വന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ കളഞ്ഞിട്ട് വന്ന അയാൾക്ക് എങ്ങനെ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റും? എന്തായാലും ഒളിച്ചോടിയവർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒളിച്ചോടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? അതുമില്ല. മൊബൈൽ ഷോപ്പുകാരൻ്റെ ഭാര്യ പിണങ്ങി പോവുകയും ചെയ്തു. ഷഹലയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നെ കാണാം.